وَلَقَدْ آتَيْنَا دَاوُودَ وَسُلَيْمَانَ عِلْمًا وَقَالَ الْحَمْدُ لِلَّهِ الَّذِي فَضَّلَنَا عَلَى كَثِيرٍ مِّنْ عِبَادِهِ الْمُؤْمِنِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ അവർ രണ്ടുപേരും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. സകലമാന സൃഷ്ടികളെക്കാളും എന്നെയും എന്റെ ഉപ്പയെയും അനുഗ്രഹിച്ച തമ്പുരാനെ, നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് നിഖില സ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. എന്തൊക്കെയാണ് അള്ളാഹു അനുഗ്രഹം നൽകിയത്? ഇരുമ്പിനെ മെഴുകാക്കാനുള്ള അനുഗ്രഹം നൽകി ദാവൂദ് നബിക്ക്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ പേരിൽ അഹങ്കരിച്ചില്ല, ശുക്ർ ചെയ്തു. അൽഹംദുലില്ലാഹ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ കഴിവ് എന്താണ്? എറുമ്പിന്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് നൽകി അല്ലാഹു തആല. അത് വലിയൊരു കഴിവാണല്ലോ, വലിയൊരു കഴിവാണല്ലോ. നമുക്ക് എറുമ്പിന്റെ സംസാരം കേൾക്കാൻ ഒരു കഴിവങ്ങനെ നമ്മൾ തന്നിരുന്നെങ്കിൽ പച്ചക്കുപ്പായി ഇട്ടിട്ട് എറുമ്പൗലിയ എന്നും പറഞ്ഞ് നമ്മൾ ഇന്നിരിക്കുമ്പോ ആരുടെ എന്ത് വേണമെങ്കിലും ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബഹുമാനോടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? ഒരു ദിവസം സുലൈമാൻ നബിയും പരിവാരങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ എറുമ്പിന്റെ കൂട്ടങ്ങളെല്ലാം കണ്ടിട്ട് എറുമ്പിന്റെ നേതാവ് വിളിച്ചു പറയുകയാണ്, ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിവാരങ്ങളും അതാ താഴ്വാരയിലൂടെ നടന്നു വരുമ്പോ എറുമ്പിൻ കൂട്ടങ്ങളുടെ നേതാവ് വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും. ഏ എറുമ്പിൻ കൂട്ടങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുവിൻ. ലാ യഹ്തിമന്നകും സുലൈമാനോ വജുനൂദുഹു, അവന്റെ പരിവാരങ്ങളോ നിങ്ങളെ അവർ അറിയാതെ ചവിട്ടി നശിപ്പിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറിക്കോ, ദാ സുലൈമാനും പട്ടാളവും വരുന്നു. ഇത് ആര് കേട്ടു? സുലൈമാൻ നബി കേട്ടു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്ത്? പുഞ്ചിരിച്ചു. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. എറുമ്പിന്റെ സംസാരം കേട്ട് പടച്ച തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅസ്ലിഹ് ലീ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അനുഗ്രഹം കിട്ടിയപ്പോൾ അഹങ്കരിച്ചില്ല. ദുനിയാവിൽ ആർക്ക് അനുഗ്രഹം കിട്ടിയാലും അവർ ഈ സുലൈമാൻ നബിയുടെ പാതയെ പിൻപറ്റണമെന്നാണ് ഇതിന്റെ അധ്യായം. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എറുമ്പിന്റെ ഭാഷണം മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടിയപ്പോ ആ എറുമ്പിന്റെ സംസാരം കേട്ടിട്ട് സുലൈമാൻ നബി പുഞ്ചിരിച്ചുകൊണ്ട് പടച്ചവനോട് പറയുകയാ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പടച്ചവനെ, നീ എനിക്കും എന്റെ ഉപ്പാടെ മേലും ചെയ്ത അനുഗ്രഹമുണ്ടല്ലോ, അത് നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ അല്ലാഹ്. ഓർത്തോ മുസ്ലിമേ, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്, ശരീര ആരോഗ്യം, നമ്മുടെ കുടുംബിനി, നമ്മുടെ മക്കൾ, വാഹനം, വീട്, കട, സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു നിനക്ക് നൽകിയെങ്കിൽ അതിന്റെ പേരിൽ അഹങ്കരിക്കരുത്. അഹങ്കാരികളെ അള്ളാഹു കൈകാര്യം ചെയ്ത ചരിത്രമാണ് ദുനിയാവിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി നന്ദി കാണിച്ചതുപോലെ നമ്മൾ നന്ദി കാണിക്കണം. നമുക്ക് അള്ളാഹു നല്ല വീട് നൽകി, സമ്പത്ത് നൽകി, ആരോഗ്യം
ആരോഗ്യം നൽകി, ആയുസ് നൽകി, സുന്ദരിയായ ഭാര്യ നൽകി, നല്ല മക്കളെ നൽകി. എങ്ങനെയാണ് നീ ദുആ ചെയ്യേണ്ടത്? സുലൈമാൻ നബി ദുആ ചെയ്തതുപോലെ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹം പോലെ ആ അനുഗ്രഹത്തിന് നന്ദി ചെലുത്തുവാനും ആ അനുഗ്രഹത്തിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുവാനും നീ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ അല്ലാഹ്. വഅൻ അഅമല സാലിഹൻ തർളാ. നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുവാനും അതിലൂടെ നീ തൃപ്തിപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ഞങ്ങൾക്ക് നൽകുവാനുമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ റബ്ബേ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അല്ലാഹുവേ, ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോൾ സാലിഹീങ്ങളുടെ അന്ത്യം നീ നന്നാക്കുമല്ലോ അല്ലാഹ്. അവർക്ക് ഉന്നതമായ സ്ഥാനമാനമാണല്ലോ ആഖിറത്തിൽ നൽകാറുള്ളത്. ആ സാലിഹീങ്ങളോടൊപ്പം, ആ സച്ചരിതരായ സജ്ജനങ്ങളോടൊപ്പം, ആ സന്മാർഗകാമികളോടൊപ്പം, ആ സച്ചരിതരായ നല്ലവരോടൊപ്പം ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അനുഗ്രഹത്തിന് നന്ദി ചെലുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അത്രേ. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുത്. അഹങ്കരിച്ച പടച്ചവൻ പിടിക്കും. എവിടെ പിടിച്ചതുപോലെ? ജപ്പാനെ പിടിച്ചതുപോലെ. അള്ളാഹു കൊടുക്കുന്ന നിഅമത്തിന് ശുക്ർ ചെയ്തില്ല എങ്കിൽ അള്ളാഹ് പിടിക്കും. ജപ്പാനെ തകടം മറിച്ചില്ലേ? കടലിന്റെ തീരത്ത് പോയിട്ട് കടല് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. പക്ഷെ ആ കടലിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഹോട്ടല്, മോട്ടല്, ബ്രേക്ക് ഡാൻസ്, നൈറ്റ് ഡാൻസ്, വസ്ത്രം ഉള്ള ഡാൻസ്, ഇല്ലാത്ത ഡാൻസ്, അർദ്ധവസ്ത്ര ഡാൻസ്, എന്തെല്ലാം പരിപാടികളാ. വിടുവോ? കടല് കണ്ടിട്ട് വിടുവോ? എത്ര താത്താമാരാ കൊല്ലം ബീച്ചിന്റെ സൈഡിൽ വന്നിട്ട് അർമാദിക്കുന്നത്. ആരുമായിട്ടൊക്കെയാണെന്ന് അറിയോ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരുപാട് അനുഭവങ്ങളുണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ. ഞങ്ങളൊക്കെ അവിടെ കാറ്റുകൊള്ളാൻ വേണ്ടി പോയിരിക്കുമ്പോൾ കാണുന്ന രംഗങ്ങൾ ഹൃദയഭേദകരമാണ്. ഹൃദയം പൊട്ടിപ്പോകും. എന്ത് ചെയ്യാനാണ് ഈ ഉമ്മത്ത്? പക്ഷെ നമ്മുടെ കൗമ അതാണ് നമുക്ക് വലിയ വിഷയം. ഓർത്തോ, കടല് വെറുതെ വിടൂല. അഹങ്കാരികളെ കടലിന്റെ ഓരത്ത് കടലിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നീ അഹങ്കരിച്ചാൽ ആ കടല് നിന്നെ വെറുതെ വിടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോ. ജപ്പാനിനൊക്കെ അഹങ്കരിച്ച് ആദ്യമായി ഖുർആൻ കത്തിച്ചു, ആദ്യമായി ബുർഖ നിരോധിച്ചു, പരിശുദ്ധ ഇസ്ലാമിനെ അപമാനിച്ചു, ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചു, ഇസ്ലാമിന്റെ ആദർശങ്ങളെ പണയപ്പെടുത്തുന്നതിനുള്ള ആഹ്വാനം നടത്തി. ഇതിനെല്ലാം അല്ലാഹു തആല മൊത്തത്തിൽ കൂട്ടി മുജ്മലായിട്ട് ടോട്ടലായിട്ട് കൊടുത്ത ഒരു പരിഹാരം. ഇപ്പോഴും ആടി നിൽക്കുക, ആട്ടം നിന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഫു ഫീഹാ സലാസ മർറാത്ത്. എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ കടൽ അല്ലാഹുവിനോട് 3 പ്രാവശ്യം ചോദിക്കുമത്രേ. അയ്യൻതലിഹ അലൈഹിം യസ്തഅ്ദിനുല്ലാഹ അയ്യൻതലിഹ അലൈഹിം. കടൽ അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാ, പടച്ച തമ്പുരാനെ, നിന്റെ സൃഷ്ടികളാണ് ഞങ്ങൾ. ഈ സൃഷ്ടികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ അഹങ്കാരികൾ, ഈ തെമ്മാടിക്കൂട്ടം കാണിക്കുന്ന ഈ അനാവശ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിവില്ല നാഥാ. അതുകൊണ്ട് ഇവരെ വിഴുങ്ങട്ടെ അല്ലാ, പിടിക്കട്ടെ അല്ലാ, നശിപ്പിക്കട്ടെ അല്ലാ എന്ന് എല്ലാ ദിവസവും രാത്രി 3 പ്രാവശ്യം കടൽ അല്ലാഹുവിനോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വിചാരിച്ച് കടലിൽ ചുമ്മാ നിങ്ങൾക്ക് കാല് നനയ്ക്കാനുള്ളതാണെന്ന്, ബർമൂഡ ഇട്ടുകൊണ്ട് കുളിക്കാനുള്ളതാണെന്ന് നിങ്ങൾ കരുതിയില്ലേ? സായിപ്പന്മാരെ കുളിക്കുന്ന പോലെ നമ്മുടെ താത്താമാരെ ഇപ്പൊ കൊണ്ടുപോയി കുളിപ്പിക്കുകയല്ലേ? ആരെല്ലാം അറിയുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ധരിക്കുന്ന എന്താ? അത് കുഴപ്പമില്ല എന്ന്. പക്ഷെ കടല് ചോദിക്കുന്നു, ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഫു ഫീഹാ സലാസ മർറാത്ത് യസ്തഅ്ദിനുല്ലാഹ അയ്യൻതലിഹ അലൈഹിം ഐ അലൽ ഉസാത്ത്. അഹങ്കാരികളുടെ മേൽ
ഞാനൊരു കടന്നാക്രമണം നടത്തട്ടെ പടച്ചവനെ, ഇവരെ ഞാൻ ഒപ്പിയെടുക്കട്ടെ അല്ലാഹുവേ, ഇവരെ ഞാൻ വിഴുങ്ങട്ടെ പടച്ചവനെ. എല്ലാ ദിവസവും 3 പ്രാവശ്യം കടൽ അല്ലാഹുവിനോട് ചോദിക്കുമത്രേ. പക്ഷേ കാരുണ്യവാനായ പടച്ചവന്റെ മറുപടി എന്തെന്നറിയോ? ഫയഹുഫഹും ബിമന്നിഹി വകറമിഹി. പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ ഉദാരത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിനോട് പറയും, തൊട്ടുപോകരുത്, മിണ്ടിപ്പോകരുത്, അനങ്ങിപ്പോകരുത്, എന്റെ ദാസന്മാരെ വേദനിപ്പിക്കരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായി ഈ കടലിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഉമ്മത്ത് ചെയ്യുന്ന പോക്കരിത്തരത്തിന് അല്ലാഹുവെങ്ങാനും ഒരു ചൂണ്ടാണി വിരൽ കൊണ്ട് ഒരു സെക്കൻഡ് നീ ഒന്ന് ഒപ്പിയെടുത്തോ എന്ന് പറഞ്ഞാൽ മതി, കൊല്ലവും കാണൂല, തിരുവനന്തപുരവും കാണൂല, എറണാകുളവും കാണൂല, ഈ ലോകവും കാണൂല. പക്ഷെ അല്ലാഹ് എന്താ ചെയ്തത്? ഫയഹുഫഹുമുല്ലാഹു ബിമന്നിഹി വകറമിഹി. നമ്മൾ കാണിക്കുന്ന ഹറാമിന്റെ പ്രവർത്തനങ്ങൾ പടച്ച തമ്പുരാൻ കണ്ണടച്ച് അതങ്ങനെ തള്ളിക്കളയുകയാണ്. നിങ്ങൾ ധരിക്കുന്നുണ്ട് നിങ്ങളെ അങ്ങനെ വെറുതെ വിട്ടേക്കുകയാണെന്നില്ലേ? അലം യകൂ നുത്ഫതം മിൻ മനിയുംനാ അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. മനുഷ്യരെ നിങ്ങളെ വെറുതെ ഞാൻ വിട്ടിരിക്കുകയാണെന്ന്, നിങ്ങളെ വഴികേടിലേക്ക് വിട്ടിരിക്കുകയാണെന്നും, നിങ്ങളെ കൈയഴിച്ച് വിട്ടിരിക്കുകയാണെന്നും, കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണെന്നും, നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുമുള്ള അനുമതി നൽകിയെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെ വിട്ടേക്കാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ എന്ത് ഹറാമിയത്ത് കാണിച്ചാലും ഞാൻ നിങ്ങൾക്കെതിരെ വരുന്നില്ല, തിരിയുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ ചോദ്യം. മറുപടി പറ. അതാണ് കടൽ ചോദിക്കുന്നത്. എല്ലാ ദിവസവും 3 പ്രാവശ്യം ഞാൻ ചോദിക്കും. പടച്ചവൻ പറയും, വേണ്ട, ഒന്നും ചെയ്യണ്ട. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അനുഹ്ലക് വഫീന സാലിഹൂൻ. യാ റസൂലല്ലാഹ്, നമ്മുടെ നാട്ടിൽ മഹാന്മാരുള്ളപ്പോൾ, സാലിഹീങ്ങളുള്ളപ്പോൾ, സാദാത്തുക്കളുള്ളപ്പോൾ, ആരിഫീങ്ങളുള്ളപ്പോൾ, മഹത്തുക്കളുള്ളപ്പോൾ, ഒരുപാട് നന്മ ചെയ്യുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ, സുഹൃതവാന്മാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ നാടിനെ അല്ലാഹു നശിപ്പിക്കുമോ യാ റസൂലല്ലാഹ്? സൈനബ് ബീവി ചോദിക്കുക നബിതങ്ങളോട്. നമ്മൾ ധരിക്കും നമ്മുടെ നാട്ടിൽ മക്കുവറ ഉണ്ട്, ശേഖന്മാരുടെ മക്കുവറൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും സുനാമി ഒന്നും അടിക്കൂല, ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിസ്കാരക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ അറബി കോളേജ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ മുത്താലിമുകളുണ്ട്, നമ്മുടെ പള്ളിയിൽ എപ്പോഴും ഓതലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു അദാബും ഇറങ്ങൂല എന്ന് ധരിച്ചുകൊണ്ട് ഇബാദത്തുമായി ബന്ധപ്പെടാത്തവരുണ്ട്. ഇതിന് മറുപടി സൈനബ് റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചതാണ്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, അനുഹ്ലക വഫീന സാലിഹൂൻ. സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ നമ്മളെ അല്ലാഹു പിടിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം ഇദാ കസുറൽ ഖബസ്. ഖബസ് അധികരിച്ചാൽ അല്ലാഹു പിടിക്കും. ഖബസ് അധികരിച്ചാൽ അല്ലാഹു പിടിക്കും. വൽ ഖബസു യാ ഇബാദല്ലാഹ്. ഖബസ് എന്തെന്ന് അറിയുമോ അല്ലാഹുവിന്റെ അടിമകളെ? കുല്ലു മഅസിയത്തിൻ ഉസിയ അല്ലാഹു ബിഹാ ഫിൽ ബിലാദി ഔ ഫിൽ ബഹരി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ. ഓരോ പാപവുമാണ് മനുഷ്യരെ നിങ്ങൾ കരയിൽ ചെയ്യുന്ന പാപം, കടലിൽ ചെയ്യുന്ന പാപം, രാത്രി ചെയ്യുന്ന പാപം, പകലിൽ ചെയ്യുന്ന പാപം, ബസ്സിൽ ചെയ്യുന്ന പാപം, ഹോട്ടലിൽ ചെയ്യുന്ന പാപം, ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന പാപം, ഇരുട്ടത്ത് ചെയ്യുന്ന പാപം, യാത്രയിൽ ചെയ്യുന്ന പാപം. ഇങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ അധികരിച്ചാൽ അല്ലാഹു തആല ആ നാട്ടിൽ എത്ര സാലിഹീങ്ങൾ ഉണ്ടെങ്കിലും, എത്ര മുഖ്ലിസീങ്ങൾ ഉണ്ടെങ്കിലും, എത്ര സന്മാർഗ സച്ചരിതരുണ്ടെങ്കിലും ആ നാടിനെ അല്ലാഹു നശിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രക്ഷയുണ്ടോ? അപ്പൊ നമ്മൾ അതിന്റെ പേര് ജാമ്യം എടുക്കാൻ നിൽക്കണ്ട. അതാണ് അല്ലാഹു തആല ഇന്തോനേഷ്യ പിടിച്ചത്. ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമാണ് ഇന്തോനേഷ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷം.
ഇന്തോനേഷ്യ. അള്ളാഹ് അവിടെ കൊണ്ട് പിടിച്ചില്ലേ? സുമാത്ര ദ്വീപിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തകിടം മറിച്ചില്ലേ? 4.5 ലക്ഷം പേരാണ് എല്ലാ വർഷവും പരിശുദ്ധമായ ഹജ്ജിന് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നത്. ലക്ഷക്കണക്കിന് പള്ളികൾ, ലക്ഷക്കണക്കിന് മദ്രസകൾ, എല്ലാവരും തലയിൽ തട്ടമിടുന്നു. അവിടെ കല്യാണം കഴിക്കണമെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ ക്വാളിറ്റി എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്? ഹജ്ജ് ചെയ്തിരിക്കണം, ഹജ്ജ് ചെയ്തിരിക്കണം. അല്ലാതെ MBAയും MCAയും ഒന്നും എടുക്കണ്ട, ഹജ്ജ് ചെയ്തിരിക്കണം ക്വാളിറ്റി. 4.5 ലക്ഷത്തോളം 5 ലക്ഷത്തോളം ഹാജിമാർ ഇന്തോനേഷ്യയിൽ നിന്ന് പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമിട്ട് വരുന്നെങ്കിൽ ആ ഇന്തോനേഷ്യ അല്ലാഹു തആല തകിടം മറിച്ചുവെങ്കിൽ ബഹുമാനമുള്ളവരെ എന്താണ് അതിന്റെ പിന്നിൽ? കുല്ലു മഅസിയ്യ, ഓരോ പാപവുമായിരുന്നു. ഇന്റർനെറ്റ് പരിശോധിച്ചാൽ കാണാൻ ലോകത്തെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് ഇന്തോനേഷ്യ. റെഡ് സ്ട്രീറ്റ്, ചുവന്ന തെരുവ്. നമുക്ക് പറയാൻ പോലും പറ്റൂല. മക്കയിൽ പോലും അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ അഹങ്കരിക്കുകയാണ്. അള്ളാഹ് വിടുവോ? മുസ്ലിം രാജ്യമൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല, അള്ളാഹ് വിടുകയില്ല. മുസ്ലിം പ്രദേശം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അള്ളാഹ് വിടുകയില്ല. സാലിഹ്യങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അള്ളാഹു ഒരു പ്രത്യേകമായ സമൂഹത്തിലേക്ക് മാത്രമല്ല അതാ പറക്കുക, ഇറക്കുമ്പോൾ എല്ലാവരെയും ഒറ്റപ്പിടിയൊക്കെ പിടിക്കും. അപ്പൊ അതിനകത്ത് സാലിഹ്യങ്ങളും പെടും, അതല്ലാത്തവരും പെടും, എല്ലാവരും പെടും. പിടിക്കുമ്പോൾ അള്ളാഹ് ഒറ്റപ്പിടിയാണ് പിടിക്കുക. പക്ഷെ അള്ളാഹു അദാബുകൾ ഒഴിവാക്കാൻ ഓരോരു വഴിയുള്ളൂ. പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിച്ച് നന്മ ചെലുത്തി അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് വണങ്ങുന്നവരായി മാറിയാൽ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യും? നമ്മുടെ മേൽ ഇറക്കാൻ നിശ്ചയിച്ച അദാബുകൾ അള്ളാഹു ഒഴിവാക്കി തരും. അതല്ല, കുറെ പേര് പള്ളിയിൽ നമസ്കരിക്കുന്നു, കുറെ പേര് കടയിൽ നിന്ന് സിനിമ കാണുന്നു, കുറെ പേര് പള്ളിയുമായി ബന്ധപ്പെടുന്നു, കുറെ ചെറുപ്പക്കാർ കള്ളു കുടിക്കുന്നു, കുറെ പേര് ഇബാദത്തുമായി ബന്ധപ്പെടുന്നു, മദ്രസയുണ്ട്, മുത്തല്ലിമീങ്ങളൊക്കെ ഉണ്ട്, കുറെ പേര് വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നു. വല്ലാഹി സത്യം, അള്ളാഹ് പിടിക്കുമ്പോൾ മൊത്തത്തിൽ പിടിക്കും. നഊദു ബില്ലാഹ്, അള്ളാഹ് കാക്കട്ടെ. പാവപ്പെട്ട ആബിദീങ്ങൾ, ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നവർ പോലും അക്രമികളായ പാപികളാൽ അവര് പോലും ശിക്ഷകൾ നേരിടേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എന്റെ സഹോദരീ സഹോദരന്മാരെ, നൈമിഷികമായ ഈ ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി നമ്മളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്ന ഈ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്ത്, അള്ളാഹ്ക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിച്ച്, പടച്ചവന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അവന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുവിൻ. അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹ് അതിനെ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം 1 ഇഖാമത്തുസ്സലാം, നമസ്കാരം മുറ പോലെ നിലനിർത്തണം. അതിന് അല്ലാഹ് പറയുന്ന ആയത്ത്, الذين يؤمنون بالغيب ويقيمون الصلاة. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹ് പറയുന്നുണ്ട് വഅഖീമുസ്സലാഹ്, പല സ്ഥലത്തും അല്ലാഹ് പറയുന്നുണ്ട് ഇഖാമത്തുസ്സലാം, നമസ്കാരം നിങ്ങൾ നിലനിർത്തണേ, നമസ്കാരം നിങ്ങൾ നിലനിർത്തണേ. അത് നിലനിർത്തിക്കൊണ്ട് പോകണേ. അത് എപ്പോഴെങ്കിലും നിസ്കരിച്ചാ പോരാ, എപ്പോഴെങ്കിലും നിസ്കരിച്ചാ പോരാ. അതിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണേ, കൃത്യമായി നമസ്കരിക്കണേ. അല്ലാഹു പറയാണ് വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അതിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണേ. വീണ്ടും അല്ലാഹു പറയാണ് അത് സ്ഥിരമായിട്ട് നിസ്കരിക്കണേ. വല്ലദീന ഹും അലാ സ്വലാതിഹിം ദായിമൂൻ. സ്ഥിരമായി നമസ്കരിക്കണേ, സ്ഥിരമായി നമസ്കരിക്കണേ, ജമാഅത്തോടു കൂടി നമസ്കരിക്കണേ. അതും അല്ലാഹു പറയാണ് വർകഊ മഅറാകിഈൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കല്ലേ, നമസ്കരിച്ച ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണേ. അല്ലാഹു പറയുന്ന വാക്കാ ഞാൻ ഈ പറയുന്നത്. നമസ്കാരത്തിൽ അലസത കാണിക്കല്ലേ, അലസത കാണിക്കാതെ ഖൗഫോട് ഖശിയത്തോടു കൂടി നമസ്കരിക്കണേ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. മുഅ്മിനീങ്ങൾ വിജയം പ്രാപിച്ചിരിക്കുകയാ. ആരാണ് ആ മുഅ്മിനീങ്ങൾ? ഏതാണ് ആ വിശ്വാസികൾ? الذين هم في صلاتهم خاشعون. നമസ്കാരത്തിൽ ശ്രദ്ധയോടെ, ഖശിയത്തോടെ, ഖൗഫോട് കൂടി നമസ്കരിക്കുന്നവർ. ബഹുമാനപ്പെട്ട അലി കറമല്ലാഹു വജ്ഹ ധർമ്മസമരത്തിൽ പങ്കാളിയാകുമ്പോൾ ആരെയും നേരിടാൻ മടി കാണിക്കാത്ത അലി കറമല്ലാഹു വജ്ഹ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഇദാ അറാദൽ ഖിയാം, നമസ്കാരത്തിലേക്ക് നിന്നു കഴിഞ്ഞാൽ യതലവ്വനു വജ്ഹുഹു, അവിടുത്തെ മുഖത്തിന്റെ നിറം മാറുമത്രേ, അവിടുത്തെ കളർ മാറിപ്പോകുമത്രേ. കളർ മാറും.
നിറം മാറിപ്പോകും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിറം മാറിപ്പോകും. ഉടനെ ചോദിക്കും മാലക യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീനെ അങ്ങേക്ക് എന്ത് സംഭവിച്ചിരിക്കുകയാ? ഉടനെ അമീറുൽ മുഅ്മിനീന്റെ മറുപടി ഖദ് ഹാന വഖ്തുൽ അമാന, ഇതൊരു അമാനത്താണ് നമസ്കാരം, ഇതൊരു അമാനത്താണ് നമസ്കാരം. ഈ അമാനത്ത് നിറവേറ്റിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നാളെ മറുപടി പറഞ്ഞേ മതിയാവൂ, അതല്ലാതെ അവന്റെ പാദം ചലിപ്പിക്കാൻ കഴിയുകയില്ല. എങ്ങനെയാണ് അവന്റെ ഈ അമാനത്ത് നിറവേറ്റുക എന്ന് അറിയില്ല സഹാബത്ത്. ആ സമയമെത്തിയപ്പോൾ ഞാൻ പേടിക്കുകയാണെന്ന് അലി റളിയല്ലാഹു അൻഹു. എന്താ മനസ്സിലായോ? നമ്മുടെ നിസ്കാരം എങ്ങനെ? നമ്മുടെ നിസ്കാരം എങ്ങനെ? അലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ സമയം അപ്പൊ പേടിക്കുക യതലവ്വനു വജ്ഹുഹു, നിറം തന്നെ മാറിപ്പോയി, മുഖത്തിന്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. ചോദിച്ചപ്പോ എന്തേ അലിയാർ തങ്ങൾ നിങ്ങൾ ഇങ്ങനെ നടന്ന് വിഷമിക്കുന്നത്? ഇതൊരു അമാനത്താണ്, ഈ അമാനത്ത്, ഈ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെ നിറവേറ്റണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ നിറവേറ്റണമെന്ന് എനിക്കറിയില്ല, എനിക്ക് പേടി തോന്നുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീരശൂര പരാക്രമിയാണ്. ബഹുമാനപ്പെട്ട നബി പോലും പേടിക്കുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ, അത്രത്തോളം വീരശൂര പരാക്രമി. പരിശുദ്ധമായ കഅബയുടെ ഉദ്യാനത്തിൽ പോയി പരസ്യമായി ഖുറൈശികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പരസ്യമായി പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പല്ല് കിടകിടാ വിറയ്ക്കുമത്രേ. ഉടനെ ചോദിക്കും സഹാബാക്കൾ മാലക യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ എന്താണ് അങ്ങേക്ക് സംഭവിച്ചത്? ഇപ്പോൾ തണുപ്പിന്റെ സമയമല്ലല്ലോ, അങ്ങയുടെ പല്ല് കിടകിടാ കിടുങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്, അത് ഭയഭക്തിയോടുകൂടി നിറവേറ്റിയില്ല എങ്കിൽ അള്ളാഹു നമ്മുടെ മുന്നിൽ ചുരുട്ടിക്കൂട്ടിയെറിയുമത്രേ. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയാണ് സഹാബത്തെ. അതാണ് അള്ളാഹു പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുകയാ. എങ്ങനത്തെ വിശ്വാസികൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ. ഇങ്ങനെ പേടിക്കണം. അതാണ് നമസ്കാരം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ശഖ്സിർ റളിയല്ലാഹു അൻഹു പറയുകയാ, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് പോയി. വഹുവ യുസല്ലി, ഞാൻ പോയപ്പോൾ നബി തങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടേക്ക് പോയപ്പോൾ ഞാൻ കേൾക്കുകയാണ് വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ, ചീനച്ചട്ടിയുടെ അടിയിൽ നിന്ന് തിളച്ചിരമ്പി വരുന്ന ശബ്ദം പോലെ അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിൽ തേങ്ങി പൊട്ടി കരയുന്നത് ഞാൻ കാണുകയുണ്ടായെന്ന് അബ്ദുല്ലാഹി ശഖ്സിർ റളിയല്ലാഹു അൻഹു. പൊട്ടി കരയുകയാണ്. ആര്? നബി. എല്ലാ പാവങ്ങളും മാപ്പാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ സന്ദേശം കിട്ടിയ നബിയുനാ റസൂലുള്ളാഹി. എല്ലാ പാവങ്ങളും മാപ്പാക്കിയിരിക്കുന്ന നബി എന്ന് പറഞ്ഞ നബി നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു എരമ്പല് ഒരു തേങ്ങൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ എങ്ങനെ നിസ്കരിച്ചിരുന്നത്? കാന യുസല്ലി ലൈലൻ തവീലാ, നിന്ന് ഒരുപാട് നേരം നമസ്കരിക്കും. വയുസല്ലി ലൈലൻ തവീലൻ ഖായിദാ, ഇരുന്ന് ഒരുപാട് നേരം നമസ്കരിക്കും. നിന്നും ഇരുന്നും ഒരുപാട് സമയം രാത്രി നമസ്കരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിയുടെ അവസ്ഥ അതാ, നമസ്കാരത്തിന്റെ അവസ്ഥ. എന്തിനാ നബി തങ്ങൾക്ക് എല്ലാം അള്ളാഹ് പുറത്തു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? എല്ലാം പുറത്തു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നബി കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്? എന്തിനാണ്? എല്ലാം അള്ളാഹ് മാപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞപ്പോ എന്താ സുഹൃത്തുക്കളെ, അഫലാ കൂന അബ്ദൻ ശകൂറാ, എനിക്കൊരു നന്ദി വേണ്ടേ? എനിക്ക് ആരോഗ്യം നൽകി, വീട് നൽകി, സമ്പത്ത് നൽകി, കുടുംബം നൽകി, ഗോത്രം നൽകി, എല്ലാം നൽകിയിട്ട് നന്ദി വേണ്ടേ? പടച്ചവനോട് നന്ദി കാണിക്കണ്ടേ? ഞാൻ എങ്ങനെയാണ് നന്ദി ഇല്ലാതെ മരിച്ചു പോവുക റബ്ബിന്റെ മുന്നിൽ? എങ്ങനെയാണ് പോവുക ഒന്നുമില്ലാതെ? നമസ്കാരത്തിന്റെ സമയമായിട്ട് പള്ളിയുടെ അടുത്ത് കിടന്നിട്ട് പോലും പള്ളിയിൽ പോകാത്തവൻ മരിച്ചു പോയാൽ എങ്ങനെയാണ് അവന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കുക? ആലോചിച്ചോ സുഹൃത്തുക്കളെ.
ഇസ്ലാമും മുസ്ലിമായിട്ട് എന്ത് ബന്ധം? മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമസ്കാരം. ബാക്കി ആർക്കും ആ ഒരു ഉത്തരവാദിത്തമില്ല. മുസ്ലിമീങ്ങൾ കാഫിരീങ്ങളെ പോലെ അധപ്പതിച്ചു പോകരുത്. നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോൾ നമസ്കാരം ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? അല്ലാഹു തആല ഇത്രയും പറയുന്നില്ലേ, നിങ്ങൾ ഖുശൂഅോടെ നമസ്കരിക്കും. അതേപോലെ അല്ലാഹു പറയുന്നു, കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കും. കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കും. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം മുഅ്മിനീങ്ങൾക്ക് കൃത്യമായി അത് അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമസ്കരിക്കണം. ളുഹറിന്റെ സമയത്ത് അസറല്ല, അസറിന്റെ സമയത്ത് മഗ്രിബല്ല, മഗ്രിബിന്റെ സമയത്ത് ഇശ അല്ല. ളുഹറിന്റെ സമയത്ത് ളുഹർ, അസറിന്റെ സമയത്ത് അസർ, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ്. കൃത്യമായി നമസ്കരിക്കും. നമസ്കരിച്ചാൽ കൃത്യമായി നമസ്കരിക്കും. കടയിലിരുന്നിട്ട് ജമാഅത്ത് നമസ്കാരം കളഞ്ഞിട്ട് കടയിലിരുന്ന് സ്വറ പറഞ്ഞ് സംസാരിച്ച് ളുഹറിന്റെ അവ്വൽ വഖ്ത് നഷ്ടപ്പെടുമ്പോൾ ആഖിർ വഖ്താകുമ്പോൾ ഓടി വന്നിട്ടൊരു നമസ്കാരം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവ്വൽ വഖ്തിൽ ആര് നമസ്കരിക്കുന്നുവോ ആദ്യമായി അവൻ സ്വർഗ്ഗത്തിൽ കടക്കും. ആഖിറിൽ ആരവൻ നമസ്കരിക്കുന്നുവോ അവന്റെ നമസ്കാരം അല്ലാഹുവിന് വേണ്ട. മൻ തറക സ്വലാ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹത്താ തഖളി വഖ്തുഹാ. ഒരാൾ കല്യാണത്തിന്റെ പേരിലോ കച്ചവടത്തിന്റെ പേരിലോ യാത്രയുടെ പേരിലോ രോഗിയെ സന്ദർശിക്കാൻ പോയതിന്റെ പേരിലോ ബഹുമാനികളെ നിങ്ങൾ നമസ്കാരം ഒഴിവാക്കിയാൽ അതിന്റെ സമയം കഴിഞ്ഞു എന്നിരിക്കട്ടെ, ഉദ്ദിബ ഫിന്നാരി ഹുഖബാ. യുഗങ്ങളോളം നരകത്തിലിട്ടവരെ ശിക്ഷിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു വഖ്ത് നമസ്കാരമാണ്. അതിന്റെ സമയത്ത് നമസ്കരിക്കാതെ അത് ഖളാ ആയി പോയാൽ ഉദ്ദിബ ഫിന്നാരി ഹുഖബാ. യുഗങ്ങളോളം നിങ്ങൾ നരകത്തിൽ കിടന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണ് യുഗം നബിയെ? യുഗം എങ്ങനെയാണ്? 80 വർഷം. 80 വർഷം നബി തങ്ങളെ പഠിപ്പിക്കുക. 80 വർഷം. കുല്ലു സനത്തിൻ 360 യൗമാ. നബി പറയാ 360 ദിവസമാണ് ഒരു വർഷം. നോക്കണം ഇവിടെ എത്ര? 364 കാലോ ഒക്കെയാണ് വരിക. 360 ദിവസമാണ് ഒരു വർഷം. കുല്ലു യൗമിൻ അൽഫു സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ഓരോ ദിവസവും 1000 വർഷത്തിന്റെ ദൈർഘ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസവും 1000 വർഷം. അങ്ങനെ 360 ദിവസം ഒരു വർഷം. അങ്ങനെ 80 വർഷം. ആര് ഹത്താ തഖ്ളി വഖ്തുഹാ. ഒരു നമസ്കാരം ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ അവന്റെ ഫർളായ നമസ്കാരം പ്രായപൂർത്തിയെത്തിയിട്ട് കേവലം കല്യാണത്തിന്റെ പേരിലോ യാത്രയുടെ പേരിലോ രോഗിയെ സന്ദർശിക്കുന്നതിന്റെ പേരിലോ മറ്റു ഉത്സവത്തിൽ പോകുന്ന പേരിലോ ഏതിന്റെയെങ്കിലും പേരിൽ നിങ്ങൾ ഒരു വഖ്ത് നമസ്കാരം ഖളായി അതിന്റെ സമയം നഷ്ടപ്പെട്ടാൽ 80 വർഷം നരകത്തിൽ കിടക്കണം. ഒരു വർഷം 360 ദിവസം. ഒരു ദിവസം 1000 വർഷം. കണക്ക് കൂട്ടിക്കോ. വീട്ടിൽ പോയിരുന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇവിടെ ഇരുന്ന് കൂട്ടിയാൽ ചിലപ്പോൾ അറ്റാക്ക് വന്നു പോകും. കടയിൽ ടിവിയും കണ്ട് നമസ്കാരം നിലനിർത്താത്ത OBC മുസ്ലിമേ, നീ കണക്ക് കൂട്ടിക്കോ. 80 സന എണ്ണിക്കൊണ്ടിരുന്നോ. അല്ലാഹു തആല ഇതിൽ കൂടുതൽ അങ്ങനെ വിശദീകരിച്ചു തരിക. 80 വർഷം. നാളെ നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. നാളെ എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ നരകത്തിലേക്ക് വലിച്ചിടുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് പറയരുത്, അല്ലാഹുവേ നീ വലിയ ഉദാരനായിരുന്നല്ലോ, നീ വലിയ കാരുണ്യവാനായിരുന്നല്ലോ, നീ വലിയ റഹ്മാനൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ പടച്ചവനെ നീ നിന്റെ കരുണയൊക്കെ എങ്ങോട്ട് പോയി എന്ന് നാളെ എന്നോട് പറയരുത്. ഇപ്പൊ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. അല്ലാഹു തആല പറയുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന്റെ സമയം, ജമാഅത്ത് നിസ്കാരം, അതിലുള്ള ഖുശൂ, അതിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ മുഴുവനും നമ്മുടെ മുന്നിൽ പച്ചയ്ക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇനി ഒരാൾ ഈ നമസ്കാരം സ്വീകരിക്കാതെ വന്നാൽ അവൻ ആരോടൊപ്പമാണ്? റഈസുഹും അബൂജഹൽ. അവന്റെ നേതാവ് അബൂജഹൽ. പരിചയമുണ്ടോ അബൂജഹലിനെ? പരിചയമുണ്ടോ? ആർക്കും പരിചയമില്ലെന്ന് തോന്നുന്നു. എന്തോ കാരണം അറിയില്ല എന്തോ പറയണത്. റളിയല്ലാഹു അൻഹു എന്ന് പറയണോ ലഅനത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അറിയില്ല. അത് അവർക്ക് ആയിപ്പോയി. ഉമ്മത്തിന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയല്ലോ അല്ലേ? വാപ്പ മക്കൾക്ക് പേരിടുന്ന അബൂന്നിടും.
എങ്ങനെ ഉണ്ടെന്ന് നോക്കും. നിസ്കാരം ഉണ്ടെങ്കിൽ അബൂബക്കർ നിടും, നിസ്കാരം ഇല്ലെങ്കിൽ അബൂജഹൽ നിടും. അപ്പൊ ആദ്യത്തെ ഒരു പേര് അബൂ നിട്ട് അങ്ങ് വിടും, പൊയ്ക്കോ എന്ന് പറഞ്ഞു തുറന്നങ്ങ് വിടും. അപ്പോൾ ബഹുമാനമുള്ള ഒരു അബൂജഹൽ ലാനത്തുല്ലാഹി അലൈഹി അവന്റെ മേലെ അതാണ് ശാപം ഉണ്ടാകട്ടെ. നമസ്കാരമില്ലാത്തവർ, അതായത് അതൊക്കെ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ് ലം യഖ്ബിലൂഹ, ആ നമസ്കാരത്തെ സ്വീകരിക്കാത്തവരുണ്ടല്ലോ, റഈസുഹും അബൂജഹൽ, അവരുടെ റഈസ് അബൂജഹലാണ്. അബൂജഹൽ, ആ അബൂജഹൽ എവിടെ പോയി കിടക്കുന്നറിയോ? മസീറുഹും അസ്സഖർ, അബൂജഹൽ പോയി കിടക്കുന്ന സ്ഥലം സഖറാണ്. ആ സഖറിലാണ് പോണത് ഈ നമസ്കാരമില്ലാത്തവരും പോയി കിടക്കുന്ന അങ്ങോട്ടാണ്. അപ്പൊ ചോദിക്കും, എന്തേപ്പാ നിങ്ങൾ എന്താ വന്ന ഇവിടെ? ജയിലിൽ പോകുമ്പോ അങ്ങനെയാണല്ലോ, നീ എന്ത് കുറ്റം ചെയ്തിട്ട് അങ്ങോട്ട് വന്നത് ചോദിക്കും. ഞാൻ ഒരുത്തനെ കൊന്നു, ഞാൻ പീഡിപ്പിച്ചു, ഞാൻ കൊള്ളയടിച്ചു, ഞാൻ വണ്ടി കയറ്റി കൊന്നു, ഞാൻ അടിച്ചു മാറ്റി, കട്ടുവാരി, ഇതൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയുന്ന പോലെ നരകത്തിൽ ഇങ്ങനെ സഖർ എന്ന നരകത്തിൽ കൊണ്ടിട്ടിട്ട് ചോദിക്കും, എന്താ ഇങ്ങനെ വന്നത്? മാലകും മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അബൂജഹലിന്റെ അനുയായി അബൂജഹലിനോടൊപ്പം അവർ പറയും, എന്താ വന്നേ? ഒറ്റ മറുപടി, ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ പള്ളിയെടുത്താ താമസിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ നമസ്കാരമില്ലാത്തവരായിരുന്നു. ഇവർക്കുള്ള സ്ഥലം എവിടാ? സഖർ. സൗസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19 വമാ ജഅൽനാ അസ്ഹാബൻ നാർ ഇല്ലാ മലായിക സൗസ്ലീഹി സഖർ. നാം അവരെ പ്രവേശിപ്പിക്കുന്നത് സഖർ എന്ന നരകത്തിലേക്ക്. വമാ അദ്റാക മാ സഖർ, നബിയെ സഖർ എന്ന് പറഞ്ഞാൽ അറിയുമോ? എന്താണ് അതിന്റെ ഗൗരവമെന്നറിയുമോ? ലാ തുബ്ഖി വലാ തദർ. ആ സഖർ എന്ന നരകത്തിലേക്ക് ഒരാൾ വന്നാൽ അവനെ ആ നരകം വെറുതെ വിടുകയില്ല നബിയെ, അവന്റെ അവശിഷ്ടം പോലും ഉണ്ടാവുകയില്ല നബിയെ. ലവാഹത്തുൽ ലിൽ ബശർ, അവന്റെ ശരീരമാസകലം കത്തിച്ച് കരിച്ചു കളയും നബിയെ, ചാമ്പലാക്കി കളയും നബിയെ. പക്ഷെ അതോടുകൂടി അവൻ ചത്തു ഒതുങ്ങുന്നതല്ല. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. അവൻ വേദന കാരണത്താൽ അവൻ നിലവിളിക്കുമത്രേ. നിലവിളിക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വല്ല ഔദാര്യമുണ്ടോ എന്ന് കേണപേക്ഷിക്കും. അപ്പോൾ അള്ളാന്റെ മറുപടി, ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, നിങ്ങൾ മരിച്ചു കൊള്ളുക എന്ന് അവിടെ വിധി നൽകപ്പെടുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അവരുടെ ശിക്ഷയെങ്കിലും അല്പമെങ്കിലും ഇളവ് ചെയ്ത് തരണമേ എന്ന് നിലവിളിക്കുമ്പോ അതുപോലും അല്ലാഹു ഇളവ് ചെയ്തു കൊടുക്കുകയില്ല. അലൈഹാ 19 മലക്കുകളാണ് അവരുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക, മാലാകമാരെ കൊണ്ടല്ലാതെ ഈ നരകവാസികളെ കൈകാര്യം ചെയ്യാൻ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് മലക്കുകളെ, ഭീകരന്മാരും ശക്തന്മാരും മല്ലന്മാരുമായ 19 മലക്കുകളെ ഇവരുടെ മേൽ നാം ഇതാ വിസർജിപ്പിച്ചിരിക്കുകയാ, വിന്യസിച്ചിരിക്കുകയാണ്. അതിന്റെ ആധിപത്യം അവർക്ക് മാത്രമാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. എത്രത്തോളം നിലവിളിച്ചാലും, എത്രത്തോളം പൊട്ടിക്കരഞ്ഞാലും, എത്രത്തോളം ആവലാതിപ്പെട്ടാലും ഒരു തരിമ്പ് പോലും അവരോട് കരുണ കാണിക്കാത്ത മലക്കുകളെയാണ് അവർക്ക് മേൽ നാം നിയോഗിച്ചിരിക്കുന്നത്. അള്ളാന്റെ കൽപ്പനയെ വിട്ടുകൊണ്ട് മനുഷ്യര് പറയുന്ന വാക്കുകൾക്ക് പുല്ലുവില പോലും നൽകുകയില്ല. അടിയോടടി അബൂജഹലിനോടൊപ്പം
ശരീരമാസകലം കത്തിച്ചു കളയും, കരിച്ചു കളയും, രോമകൂമങ്ങൾ മുഴുവനും കരിച്ചു കളയും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദാ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. കയ്യിലത്തെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന തോലെല്ലാം കത്തിച്ചാമ്പലാകുമ്പോ അള്ളാഹു വീണ്ടും പുതിയ തോല് തരും. നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി തീർന്നു പോയെന്ന്. ഇല്ല, വീണ്ടും പുതിയ തോല്. എന്തിന്? ലിയദൂഖുൽ അദാബ്. അദാബ് രുചിക്കാൻ വേണ്ടി, രുചിക്കാൻ വേണ്ടി, രുചിക്കാൻ വേണ്ടി. ഇന്നക അൻതൽ അസീസുൽ കരീം. രുചിക്കടാ, രുചിക്കടാ, നീ ദുനിയാവിൽ മാന്യനായിരുന്നല്ലോ. പശമുക്കിയ ഷർട്ടും ധരിച്ചുകൊണ്ട് ശീതീകരിച്ച വാഹനത്തിൽ യാത്ര ചെയ്ത് ശരീരത്തിന്റെ വേദനയും നോവും അറിയാത്ത മാന്യനായിരുന്നില്ലേ? നാട്ടുകാർ നിന്നെ വാഴ്ത്തിയും പുകഴ്ത്തിയും കൊണ്ടിരുന്നില്ലേ? നാട്ടുകാർ നിനക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചില്ലേ? നാട്ടുകാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലേ? നാട്ടുകാർ നിനക്ക് എല്ലാ നിലയ്ക്കും സ്വാഗതമോതുകയും നിനക്ക് പ്രണാമം അർപ്പിക്കുകയും ചെയ്തില്ലേ? അങ്ങനത്തെ മാന്യനല്ലേ? രുചിക്കടാ, ഇന്നക അൻതൽ അസീസുൽ കരീം. ഒരു വഴിയില്ല, ഒരു വഴിയില്ല. അല്ലാഹ് കാക്കട്ടെ മക്കളെ. എന്തിനായി കേവലം ദുനിയാവിൽ ചെറിയൊരു സുഖത്തിന് വേണ്ടി ഈ ഹറാമിന്റെ പിറകെ പോണത്? നാളെ അള്ളാഹു എന്ത് സത്യം. അതാ ഞാൻ ആദ്യം ഖുർആനെ പരിചയപ്പെടുത്തിയത്. പടച്ച തമ്പുരാന്റെ വാക്കായത്, അള്ളാന്റെ വാക്കായത്. മരിച്ചു പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഖുർആനിന്റെ സത്യങ്ങൾ നിങ്ങൾ